നമ്മുടെ ടൂറിസം മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ടൂറിസം പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ GSDPയുടെ ഒരു 12, 13, 14, 15% എന്ന് വെച്ചാൽ 12 മുതൽ 15% വരെ GSTയിലേക്ക് കൊടുക്കുന്ന പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഏക വ്യവസായമാണ് ഇപ്പോൾ കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ടൂറിസത്തിന്റെ വികസനത്തിന് നമ്മൾ സീപ്ലെയിൻ കൊണ്ടുവന്നു. സീപ്ലെയിന്റെ ഒരു ട്രയൽ നടത്തി. ഇനി അത് എവിടെ പോയി, ഇനി അത് എന്നാണ് തിരിച്ചു വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കേന്ദ്രത്തിന്റെ ഉഡാൻ പദ്ധതി പ്രകാരമാണ് സീപ്ലെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സീപ്ലെയിൻ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്സുമായിട്ട്, അതായത് മൂന്നാറിൽ നിന്ന് വയനാട് പോവുക, വയനാട് നിന്ന് കാസർഗോഡ് പോവുക, ഇങ്ങനെ ഈ കണക്ടിവിറ്റി ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചാൽ തന്നെ വലിയ സ്കോപ്പാണ് കേരളത്തിലെ ടൂറിസത്തിനുള്ളത്. അപ്പൊ അങ്ങനെ ആ ടൂറിസത്തിന് വേണ്ടി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പൊ സീപ്ലെയിൻ കണക്ടിവിറ്റി തന്നെ വേണമെന്നില്ല, അതല്ലാതെ തന്നെ ഹെലികോപ്റ്റർ സൗകര്യങ്ങളൊക്കെ ഇപ്പൊ വയനാട് കാസർഗോഡും ഒക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഈ 2 പ്ലേസസും ടൂറിസം പ്ലേസസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ അവിടെയൊക്കെ ഉള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഓരോ ഡെസ്റ്റിനേഷനും കണ്ടെത്തി ആ ഡെസ്റ്റിനേഷന് വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ വയനാട് തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് വയനാട് ഡിസ്ട്രിക്റ്റ്. വയനാട് ഡിസ്ട്രിക്റ്റിലെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന 2ാം പിണറായി ഗവൺമെന്റ് വരുന്ന ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് തലേ ആഴ്ചയില് പ്രചാരണമൊക്കെ നിർത്തുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൽപ്പറ്റയിൽ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 7000 കോടി വയനാടിന്റെ വികസനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഓർമ്മിക്കണം, വയനാടാണ് ഏറ്റവും കുറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻകം ഉള്ള ജില്ല കേരളത്തിൽ, ഏറ്റവും കൂടുതൽ പാവങ്ങളുള്ള ജില്ല കേരളത്തിൽ. കേരളത്തിന്റെ ആകെ പട്ടികവർഗ വിഭാഗത്തിൽ 42% താമസിക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല. ആ വയനാട് ജില്ലയുടെ സമഗ്ര വികസനത്തിനായിട്ട് 7000 കോടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 7 കോടിയെങ്കിലും വയനാടിന് വേണ്ടി ചെലവഴിച്ചോ? ഇപ്പൊ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ പോലും എത്ര കോടിയാണ് ചെലവഴിച്ചത്? ഇപ്പോഴും കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ പറഞ്ഞിട്ട് അതിന് ചെലവഴിക്കാൻ അതൊക്കെ എടുത്ത് വേറെ എവിടെയെങ്കിലും ചെലവഴിച്ചു കാണും. അങ്ങനെ വാഗ്വാദം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വയനാട് ജില്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ജില്ലയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ ആ 7000 കോടി അവിടെ ഈ ബജറ്റിലെങ്കിലും ഉൾപ്പെടുത്തി ചെലവഴിക്കുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും വയനാടിന്റെ ടൂറിസം പൊട്ടൻഷ്യലും അതുപോലെ അതിന്റെ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന് ശേഷമുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കരകയറാൻ അതും ഒരു സഹായമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക, വലിയ ഊന്നൽ ടൂറിസം മേഖലയ്ക്ക് കൊടുക്കുക. കാരണം ടൂറിസം മേഖല കേരളത്തിന് വലിയ തോതില് കേരളത്തിന്റെ വികസന കുതിപ്പിലേക്ക് സഹായിക്കുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒന്നാണ് ടൂറിസം മേഖല. അതുപോലെ ടൂറിസം മേഖലയിലേക്ക് വേണ്ട ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ്, അതിനും ഊന്നൽ കൊടുക്കണം ഈ ബജറ്റിൽ എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ കാർഷിക മേഖലയിലേക്ക് ഒന്ന് നോക്കാം. നമുക്കറിയാം കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. അതിൽ 19,000 സ്ക്വയർ കിലോമീറ്ററും ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്, അതായത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ടൂറിസം പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ക്വാറിയിങ് ആണെങ്കിലും എല്ലാം നടത്തുമ്പോൾ 1962 മുതൽ 2018 വരെയുള്ള കാലത്തെ പഠനങ്ങളിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി വിഭാഗം ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 38,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള കേരളത്തിന്റെ 19,000 സ്ക്വയർ കിലോമീറ്ററും ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്. അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഹിൽ സൈഡ്സിൽ ഉള്ള എല്ലാ പ്ലാനിങ്ങും നടത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അവിടെയെല്ലാം മനുഷ്യ വന്യമൃഗ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കൃഷി നമുക്ക് റീറ്റെയിൻ ചെയ്തേ പറ്റൂ. നമ്മൾ അറിയാം 1975 8,75,000 ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോൾ 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്.
അന്ന് 13 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് ടൺ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള എല്ലാത്തരം വെജിറ്റബിൾസ് ആയിട്ടുള്ള വിഷം, അരിയുമായിട്ടുള്ള വിഷം, അങ്ങനെ എല്ലാത്തരം വിഷവും കൊണ്ടുവന്ന് അത് തന്നെ കഴിച്ച് ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഗവൺമെന്റ് ഇവിടെ തന്നെ പരിസ്ഥിതി ലോലമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ബജറ്റിലൂടെ നടത്തണം. അതുപോലെ തന്നെ കൂടുതലും ജൈവ കീടനാശിനികളുടെ ഉപയോഗം, അതുപോലെ ജൈവ വളങ്ങളല്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉൽപാദനം വർദ്ധിക്കുകയുള്ളൂ, അതുകൊണ്ട് കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതിലാണ് പേടിക്കേണ്ടത്. അതാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളത്. അപ്പം ആ വേണ്ടത്ര ശ്രദ്ധയൊക്കെ ചെലുത്തി കാർഷിക മേഖല, നഷ്ടപ്പെട്ടു പോയ കാർഷിക പ്രതാപകാലം തിരിച്ചു പിടിക്കണം. നമ്മുടെ തോട്ടം മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ തെങ്ങ്, ഇപ്പൊ തേങ്ങയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ തേങ്ങ ഇല്ലാത്ത അവസ്ഥ, ഏറ്റവും കൂടുതൽ ഏരിയയിൽ തെങ്ങുള്ള കേരളത്തില് തേങ്ങ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? വേണ്ട രീതിയിൽ വളം ചെയ്യുന്നില്ല. വളം ചെയ്യണമെങ്കിൽ പൊട്ടാഷ്, ഒന്നുകിൽ ചാമ്പലിടണം, അല്ലെങ്കിൽ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഇടണം. അത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വലിയ വിലയാണ്, കർഷകർക്ക് വാങ്ങാൻ നിവൃത്തിയില്ല. അത്ര വലിയ തരത്തിലുള്ള എന്താ പറയുക, വിലക്കയറ്റം ആണ് രാസവളങ്ങൾക്ക്. അപ്പൊ രാസവളങ്ങളുടെ വിലയൊക്കെ ക്രമീകരിച്ച് കൃഷിക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ വേണ്ട നടപടികൾ ബജറ്റിലൂടെ കൊണ്ടുവരിക, കൃഷിയെ തിരികെ പിടിക്കാനുള്ള നടപടികൾ കൊണ്ടുവരിക, പാട്ടത്തിന്, അതായത് തരിശിട്ടിരിക്കുന്ന ഭൂമി മുഴുവനും പാട്ടകൃഷിയിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ നടപടികൾ കൈക്കൊള്ളുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി റിസർവ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളില് ട്രഞ്ച് വെറുതെ ട്രഞ്ച് ഉണ്ടാക്കിയാൽ പോരാ, നല്ല കോൺക്രീറ്റ് ട്രഞ്ച് വേണം ഉണ്ടാക്കാൻ. അതായത് ആനയോ മറ്റു വന്യമൃഗങ്ങളോ ചവിട്ടി കളയരുത്, മനുഷ്യരും ചവിട്ടി കളയരുത്. അങ്ങനെ നല്ല കോൺക്രീറ്റ് ട്രഞ്ച് ഉണ്ടാക്കുക. അതുപോലെ തന്നെ കർണാടകത്തിന്റെ അതിർത്തിയിൽ കെട്ടിയിരിക്കുന്ന മതില് കാണണം. അതായത് ഒരു തരം ജീവികളും, അതായത് പുലിയാകട്ടെ, കടുവയാകട്ടെ, കരടിയാകട്ടെ, ഒന്നും എടുത്തു ചാടാൻ പറ്റാത്ത രീതിയിൽ ഉയരത്തിലാണ് ഗുണ്ടൽപേട്ട്. ഒന്ന് പോയി നമ്മുടെ രാഷ്ട്രീയക്കാർ കാണണം ഗുണ്ടൽപേട്ട് കെട്ടിയിരിക്കുന്ന മതില്. ആ മതില് ചാടിക്കടക്കാൻ ഒരു മൃഗത്തിനും പറ്റില്ല. ആ തരത്തിലുള്ള നല്ല കോൺക്രീറ്റ് മതിലുകൾ കെട്ടുക. എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ വലിയ തോതിൽ കൃഷിയെ എല്ലായ്പ്പോഴും ഒരു കാർഷിക ബജറ്റ് തന്നെ വേണ്ടതാണ്. കൃഷിയെ അവോയ്ഡ് ചെയ്യുന്നതിന്, സൈഡ് ലൈൻ ചെയ്യുന്നതിന് പകരം കൃഷിക്ക് ഒന്നാമത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതിനുവേണ്ടി എങ്ങനെയാണ് പണം കണ്ടെത്തുക? എത്ര ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും ഓർമ്മിക്കുക സർക്കാരെ, അതായത് MGNREGP, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ, പണക്കാരന്റെ പറമ്പ് കിളയ്ക്കാനല്ല തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വൻമതിൽ കെട്ടുന്നതിന്, അതുപോലെ തന്നെ ട്രഞ്ച് നിർമ്മിക്കുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഒരു വനം തന്നെ സൃഷ്ടിക്കുക. വനമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അപ്പൊ അവിടെ ജലസംഭരണികൾ ഉണ്ടാക്കുക, അതായത് വളരെ ഷാലോ ആയിട്ടുള്ള ജലസംഭരണികൾ. അപ്പൊ അങ്ങനത്തെ ജലസംഭരണികളിലേക്ക് മൃഗങ്ങൾക്ക് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് പോകാൻ പറ്റും. ആ ജലസംഭരണികളുടെ സമീപത്തായിട്ട് അവയ്ക്ക് തീറ്റയ്ക്ക് സൗകര്യപ്രദമായ എന്തൊക്കെയാ വേണ്ടത്? ബാമ്പു എന്ന് പറഞ്ഞാൽ ഇല്ലി, അതുപോലെ തന്നെ മറ്റ് ഒരു ആനയ്ക്ക് ഒരു വാഴ തിന്നാൻ പറ്റിയ ഏതാനും ദിവസത്തെ ന്യൂട്രിയന്റ് ആയെന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർ തന്നെ പത്രങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ആനയ്ക്കും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കും വനത്തിൽ തന്നെ ഒരു വന സൃഷ്ടി നടത്തണം. അതായത് അവയ്ക്ക് അവിടെ തീറ്റയും വെള്ളവും കിട്ടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വന്യമൃഗ സംരക്ഷണം, അതായത് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ ഒരിക്കൽ ഡോക്ടർ ഐസക് 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്നു, 1 ലക്ഷം മുളം തൈകൾ വച്ചു പിടിപ്പിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു അന്ന്. പക്ഷെ ഒരു മുളം തൈ എങ്കിലും വച്ചു പിടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? അദ്ദേഹം 5 വർഷത്തെ മന്ത്രിസ്ഥാനം വിട്ടു പോകുന്നതിന് മുൻപ് കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വയനാട്ടിലൊന്നും ഒരു മുളം തൈയും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഇടുക്കിയിലും വെച്ച് പിടിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ വനത്തില് മുളം തൈ വെച്ച് പിടിപ്പിച്ചാൽ ആനയുടെ ഇഷ്ടബോധ്യമാണ്. ആന അവിടെ തന്നെ നിന്നോളും, പിന്നെ മനുഷ്യവാസത്തിലേക്ക് വരില്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്
ആനയ്ക്ക്, കരടിക്ക്, കടുവയ്ക്ക്, പുലിക്ക് ഇവയ്ക്കൊക്കെ എന്ത് ആഹാരമാണ് വേണ്ടത്? അവയ്ക്ക് അതിന് സജ്ജമായ സാഹചര്യം ഒരുക്കാൻ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് അവരെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? 90 രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ 10 രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് ചെലവ്. 90:10 എന്ന പ്രപ്പോർഷനിലാണ് അതിന്റെ ചെലവ്. അപ്പൊ ആ കേന്ദ്രം തരുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഇതിൽ വലിയ ഒരു പരിധി വരെയും ഈ സൗകര്യങ്ങൾ സജ്ജീകരിക്കാവുന്നതാണ്. അങ്ങനെ ഗവൺമെന്റ് സജ്ജീകരിക്കണം എന്നാണ് ഞാൻ ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും, നമുക്കറിയാം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലത്തെ പ്രശ്നമുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് തന്നെ ഇത്തരം സജ്ജീകരണങ്ങൾ ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള മറ്റ് ചെലവുകൾ, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം അതല്ലാതെ കണ്ടെത്തിയാൽ മതി. കൂലി കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുക, അതുപോലെ തന്നെ വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അവരുടെ ഇൻഷുറൻസ് ഒക്കെ എത്രയും വേഗം കൊടുക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെയുള്ള പണം കണ്ടെത്തണം. വളരെ 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 ചെറിയ തുകകളാണ് ഓരോ ബജറ്റിലും കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് നിർത്തിക്കൊണ്ട് കാർഷിക മേഖല, അതായത് വ്യവസായം, കൃഷി, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ 3 മേഖലകൾക്കും ഒരുപോലത്തെ പ്രാധാന്യം കൊടുത്താൽ പോരാ. ഇത്രയധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനത്ത് കൃഷിക്കാണ് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ഇവിടുത്തെ കാർഷിക മേഖലയെ ഇങ്ങനെ തരം താഴ്ത്തി കളഞ്ഞാൽ, ഇങ്ങനെ എന്താ പറയാ, അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ അവസാനം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷം കലർന്ന പച്ചക്കറിയും അരിയും ഒക്കെ കഴിച്ച് എങ്ങോട്ടാണ് പോവുക? ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് കേരളത്തിലുള്ളവർ. ഇനിയും ഇതിനേക്കാൾ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാർഷിക മേഖലയെ പറ്റി പറയുമ്പോൾ. വേൾഡ് യുണൈറ്റഡ് നേഷൻസിന്റെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ ഒന്നാണ് പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ലോകം. അപ്പൊ ഓരോ രാജ്യവും 2030 2025 പറഞ്ഞിരിക്കുന്ന വർഷം എങ്കിലും അത് 2030 വരെ നീട്ടാതെ പറ്റില്ല. ഇന്ത്യ ഒന്നും അതിനടുത്തെങ്ങും എത്തിയിട്ടില്ല. ഹങ്കർ, അതുപോലെ മാൽന്യൂട്രീഷനുള്ള വലിയ ഒരു ജനത ഇന്ത്യയിലുണ്ട്. കേരളത്തിലും ഒട്ടും കുറവല്ല മാൽന്യൂട്രീഷനുള്ള, അതായത് പോഷകാഹാര ദാരിദ്ര്യമുള്ള ആൾക്കാർ. ഈ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട മെഷറാണ് നമ്മുടെ അംഗനവാടീസ്. പക്ഷെ അംഗൻവാടീസ് വഴിയൊക്കെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ, പല അംഗൻവാടികളുടെ കഥയും, നമ്മൾ എറണാകുളത്തും തന്നെയുള്ള ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നത് ഏത് തരം ദരിദ്രമായ സാഹചര്യത്തിലാണ്, അവിടെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ വന്ന കാര്യമൊക്കെ അടുത്ത നാളിൽ തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഈ പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ അംഗനവാടികൾക്ക് കൊടുക്കേണ്ടത്ര ഊന്നൽ വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേരളമാണല്ലോ, ഇവിടെ അംഗനവാടികളൊക്കെ സുഭിക്ഷമാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമുക്കറിയാം, ഉച്ചക്കഞ്ഞി ഈ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ മാത്രമല്ല, അതായത് ഒരു സഹവർത്തിത്വം മക്കൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമാന്യ സാമ്പത്തിക ശേഷി ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളോട് പോലും ഉച്ചക്കഞ്ഞി സ്കൂളിൽ നിന്ന് കഴിക്കാനാ പറയുക. എന്താണെന്ന് വെച്ചാൽ അവര് മറ്റു കുട്ടികൾ കഴിക്കുന്നത് പോലെ കഴിച്ച് ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ധാരണയൊന്നുമില്ലാത്ത ഒരു സമഭാവനയോടെ വളരാനാണ് മാതാപിതാക്കൾ അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ ആ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന തുക തന്നെ എത്ര തുച്ഛമായ തുകയാണെന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇവിടെ തീർച്ചയായിട്ടും സമീകൃത ആഹാരമല്ല കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മുതിർന്നവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനുള്ള തെളിവാണ് ഉച്ചക്കഞ്ഞിക്ക് ഗവൺമെന്റ്. എന്നിട്ട് തന്നെ എന്തായിരുന്നു കഴിഞ്ഞ വർഷത്തെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഹെഡ് മാസ്റ്റേഴ്സ് ഒന്നുകിൽ അവര് നാട്ടുനീടെ നടന്ന് പിരിക്കുക, അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുക, അല്ലെങ്കിൽ വർക്കേഴ്സിൽ നിന്ന് പണം പിരിച്ചെടുക്കുക. അവസാനം ഇവിടെ ഹെഡ് മിസ്ട്രസോ ഹെഡ് മാസ്റ്ററോ ആകാൻ തയ്യാറില്ല. അതായത് ആ പ്രൊമോഷൻ വരുമ്പോൾ എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറയും. കാരണം ഈ ചെലവെല്ലാം അവർ തന്നെ എടുക്കണം. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ടത്. അതൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി. അപ്പൊ ഗവൺമെന്റ് ഈ ബജറ്റിൽ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത് ഇതിനൊരു വലിയ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുക. പട്ടിണി ഇല്ലാത്ത രാജ്യം സംസ്ഥാനമാക്കാൻ മാത്രമല്ല,
അതായത് പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കുക. നോളജ് ഹബ് ആകണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ കുഞ്ഞുങ്ങൾ മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവരായിരിക്കണം, പൂർണ്ണമായും ആരോഗ്യമുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നോളജ് ഹബിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു കയറും. അതുപോലെ നമ്മുടെ കുട്ടികൾ വളർന്നു കയറി ആ നോളജ് ഹബ് യഥാർത്ഥത്തിൽ ഒരു നോളജ് ഹബ് ആകുമ്പോഴേ അന്യരാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കുട്ടികളെ ആകർഷിക്കാൻ പറ്റുക.